അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യൂസുഫ് നബിയുടെ ജീവിതകഥ അതിൻ്റെ ഒന്നാം ഭാഗമാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. അതിൻ്റെ തുടർന്നുള്ള ഭാഗം ഇൻഷാ അല്ലാഹ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് യൂസുഫ് നബി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരികയും അദ്ദേഹത്തിന് ഈജിപ്തിലെ ഭരണാധികാരം ലഭിച്ചു എന്നിവരെയാണ്. അതിനുശേഷം ഫലസ്തീനിൽ കൊടും പട്ടിണി ഉണ്ടാവുകയാണ്. യൂസുഫ് നബിയുടെ സഹോദരന്മാർക്ക് കടുത്ത ദാരിദ്ര്യം പിടികൂടുകയാണ്. അവർക്ക് വേണ്ടിയുള്ള ആഹാര സാധനങ്ങൾക്ക് അവർക്ക് ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ അവർ തങ്ങളുടെ കൊച്ചനുജൻ യൂസുഫ് നബിയുടെ മുമ്പിൽ അവർ കൈനീട്ടുകയാണ് ആഹാര സാധനങ്ങൾക്ക് വേണ്ടി. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് തന്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞെങ്കിലും സഹോദരന്മാർക്ക് യൂസുഫ് നബിയെ തിരിച്ചറിഞ്ഞില്ല. യൂസുഫ് നബിക്ക് തന്റെ കൊച്ചനുജൻ ബിന്യാമീനെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം സഹോദരന്മാരോട് പറയുകയാണ്, അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങളുടെ സഹോദരൻ ബിന്യാമിനെ കൂടി കൂട്ടിക്കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഹാര സാധനം ലഭിക്കുകയില്ല എന്ന് പറയുകയാണ്. അവരങ്ങനെ ഈജിപ്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നു. അടുത്ത പ്രാവശ്യം അവർ അതേപോലെ ഈജിപ്തിലേക്ക് വരികയാണ്. അവർ പിതാവിനെ ഒരുവിധം ബിന്യാമിനെ കൂട്ടാൻ വേണ്ടി സമ്മതിക്കുകയും ബിന്യാമിനെ കൂട്ടി ഈജിപ്തിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ യൂസുഫ് നബി ബിന്യാമീനെ തന്റെ സഹോദരനെ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹം ബിന്യാമീനെ തന്റെ കൊട്ടാരത്തിൽ നിർത്താൻ വേണ്ടി ചില തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുകയാണ്. അവർ സഹോദരന്മാർ വീട്ടിലേക്ക് മടക്കയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ യൂസുഫ് നബി ബിന്യാമിന്റെ ചരക്കിൽ രാജാവിന്റെ പാനപാത്രം ഒളിപ്പിച്ചു വെച്ചിരുന്നു. അങ്ങനെ അവർ പോയതിനു ശേഷം കൊട്ടാരത്തിൽ നിന്ന് പാനപാത്രം കാണാനില്ല എന്ന് പറഞ്ഞ് ആളുകൾ അവിടെ കലമ്പ് കൂട്ടുകയാണ്. സഹോദരന്മാർ അവരെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് കുറ്റം നിഷേധിക്കുകയാണ്. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു തീരുമാനമെടുക്കുകയാണ്. ആരുടെ ചരക്കിൽ നിന്നാണോ പാനപാത്രം ലഭിക്കുന്നത് അവർ ബന്ദിയാക്കപ്പെടുമെന്ന്. അങ്ങനെ പരിശോധിച്ചപ്പോ ബിന്യാമിന്റെ ചരക്കിൽ നിന്ന് പാനപാത്രം ലഭിച്ചു. ബിന്യാമിൻ ചെയ്ത മോഷണ കുറ്റത്തിന് കൊട്ടാരത്തിൽ പിടിക്കപ്പെട്ടു. അപ്പോൾ യൂസുഫ് നബിയുടെ ജ്യേഷ്ഠന്മാർ അവിടെ വിളിച്ചു പറയുകയാണ്, ഇവൻ കട്ടുവെങ്കിൽ ഇവന്റെ സഹോദരൻ യൂസുഫ് മുമ്പ് കട്ടിട്ടുണ്ട്. യൂസുഫ് മോഷണം നടത്തിയിട്ടില്ലെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. കാരണം ഇതിനു മുമ്പ് അവർ തന്നെയാണല്ലോ യൂസുഫ് നബിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് ഉപേക്ഷിച്ചു പോന്നത്. അവർക്ക് യാതൊരു സങ്കല്പവും ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ മുമ്പിലിരിക്കുന്ന ഭരണാധികാരി യൂസുഫ് നബിയാണെന്നുള്ള ഒരു സങ്കല്പവും അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും ആ ഒരു അവസരത്തിലും അനാവശ്യമായിട്ട് യൂസുഫ് നബിക്കെതിരെ മോഷണ കുറ്റം ആരോപിക്കുകയാണ്. പക്ഷെ യൂസുഫ് നബി അതും അവർക്ക് പുറത്തു കൊടുത്തു. അവിടെ യൂസുഫ് നബി ക്ഷമിക്കുകയാണ്. എന്നിട്ട് യൂസുഫ് നബി സത്യം വെളിവാക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇന്ന് നിങ്ങൾക്കെതിരെ പ്രതികാരമില്ല, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അവൻ പരമകാരുണികനാണല്ലോ. അങ്ങനെ അക്രമികളായ യൂസുഫ് നബിയുടെ സഹോദരന്മാർ അവിടെ അപമാനിതരാവുകയാണ്. ക്ഷമാശീലനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഏവരാലും വാഴ്ത്തപ്പെടുകയുമാണ്. ഇതാണ് യൂസുഫ് നബിയുടെ ജീവിത കഥ. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.